വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. NIOSന്റെ സെക്കൻഡറി കോഴ്സിൽ ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇന്റർനെറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ഇൻട്രാനെറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് ലഭ്യമാവുന്ന മാർഗങ്ങൾ, അതുപോലെ തന്നെ അതിന് നമ്മൾ ആദ്യകാലത്ത് ഉപയോഗിച്ചതിൽ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇന്റർനെറ്റ് കണക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സെർച്ച് എൻജിൻസ്, വെബ് ബ്രൗസേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ആ സെഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പറയുന്ന ഭാഗം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ വാട്ട് ഈസ് ഇന്റർനെറ്റ് ആൻഡ് വാട്ട് ഈസ് ഇൻട്രാനെറ്റ്? അപ്പോൾ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇന്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് ദാറ്റ് അലൗസ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അതായത് ഗ്ലോബലി ഇന്റർ കണക്ട് ആയി കിടക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഒരു നെറ്റ്വർക്ക് ശേഖരമാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ മറ്റു ഇൻഫർമേഷൻസിനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഡാറ്റാസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ഒരു ഇന്റർ കണക്ഷനാണ്, അതായത് ഗ്ലോബലി ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു ഇന്റർ കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്? ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a private network within an organization that uses internet technology to share information and resources. അതൊരു പ്രൈവറ്റ് റിസോഴ്സ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, പബ്ലിക് ആണ്, ആർക്ക് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. നേരെ വെച്ച് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ കീഴിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികൾക്ക് കീഴിലോ ഒക്കെ ഉണ്ടായിരിക്കുന്ന സംവിധാനമാണ്. അത് അവരെന്ത് ചെയ്യണം, അവർക്കിടയിലുള്ള ഇൻഫർമേഷൻസ് റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നടത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇന്റർനെറ്റും ഇൻട്രാനെറ്റും ഒക്കെ നമുക്ക് എന്ത് വേണം, നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻസ് ആവശ്യമാണ്. അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ ഡിവൈസസ് വേണം. ഡിജിറ്റൽ ഡിവൈസസിലോട്ട് പിന്നെ എന്ത് വേണം, നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻസ് എത്തണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻസ് നമ്മൾ ഈ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്നത്? നമുക്ക് നോക്കാം. ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെയാണ് എത്തുന്നത്? അത് നമുക്ക് രണ്ട് ടൈപ്പ് കണക്ഷൻസ് ആണ് നമ്മൾ പൊതുവെ അതിൽ ഉപയോഗിക്കാറുള്ളത്. ഫസ്റ്റ് ഒരു വയേർഡ് കണക്ഷനും അതുപോലെ തന്നെ വയർലെസ് കണക്ഷനുമാണ്. വയേർഡ് കണക്ഷൻസും അതുപോലെ തന്നെ വയർലെസ് കണക്ഷൻസുമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പൊതുവേ നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, വയേർഡ് കണക്ഷനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ വയേർഡ് കണക്ഷനിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് എതർനെറ്റ്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അതുപോലെ തന്നെ HDMI എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എതർനെറ്റ് എന്ന് പറയുന്നത്? എതർനെറ്റ് ഈസ് എ വയർലി യൂസ്ഡ് വയേർഡ് കണക്ഷൻ ദാറ്റ് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ ത്രൂ ഫിസിക്കൽ കേബിൾസ് പ്രൊവൈഡിംഗ് റിലയബിൾ ആൻഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ. അതായത് ഫിസിക്കൽ കേബിൾ അല്ലേ, നമുക്ക് കാണാവുന്ന കേബിളുകളിലൂടെ എന്ത് ചെയ്യാണ്, ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പൊതുവെ എതർനെറ്റ്സുകൾ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഇനി എന്താണ് ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്താണ്, എതർനെറ്റിനെക്കാട്ടിലും ഒന്നുകൂടെ ഹൈ സ്പീഡ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് ഡാറ്റകളെ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാറ്റകളെ എന്ത് ചെയ്യാണ്, ഒരു ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ലൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ലൈറ്റ് രൂപത്തിലോട്ട് ആക്കിയിട്ട് അതാണ് ഈ ഒരു ഫൈബറിന്റെ ഉള്ളിലൂടെ, ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ അപ്പോൾ ലൈറ്റ് ആക്കി ട്രാൻസ്മിറ്റ് ചെയ്യണം, അതുകൊണ്ട് തന്നെ എക്സ്ട്രീംലി ഫാസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ സ്ട്രീമിങ്ങുകൾ അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിംസുകളൊക്കെ സാധ്യമാക്കുന്നത് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ നെറ്റ്വർക്കിലൂടെയാണ് ചെയ്യുന്നതെന്ന് പറയാം. കാരണം അത്രയും ഫാസ്റ്റ് നെറ്റ്വർക്കുകൾ ആവശ്യമായിട്ടുള്ള മേഖലകളാണല്ലോ ഭാഗങ്ങളൊക്കെ. ഓക്കെ, പിന്നീട് പറയുന്നതാണ് HDMI എന്ന് പറയുന്നത്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്ന് പറയുന്ന സംവിധാനം. നിങ്ങൾക്ക് ഒരുപാട് പേര് ഉപയോഗിക്കുകയും കേട്ടിട്ടൊക്കെ ഉണ്ടാകുന്ന സംവിധാനമാണ് അല്ലേ. അതായത് ഇറ്റ്സ് എ വയർഡ് കണക്ഷൻ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ സിഗ്നൽസ് കോമൺലി യൂസ്ഡ് ടു കണക്ട് ഡിവൈസസ് ലൈക്ക് TVs ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഗെയിമിംഗ് കൺസോൾസ്. അതായത് നമ്മൾ ഓഡിയോസും വീഡിയോസും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കോമൺലി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് HDMI എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളാണ്, ഇത്രയും വയർഡ് കണക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ
ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. പക്ഷേ ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ, അതായത് ഇതുപോലത്തെ നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ വന്ന് തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന വയർഡ് കണക്ഷൻസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ഡയലപ്പ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം. നിങ്ങൾക്ക് ചിത്രം കാണാം, എന്തിനാണ് അവിടെ ഒരു ഫോണിന്റെ ചിത്രം കൊടുത്തെന്നുള്ളതായിരിക്കും. അപ്പൊ ഇത് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതൊരു ഒരു ഫോൺ നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നമുക്കൊക്കെ ആദ്യ കാലങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ ലാൻഡ് ഫോൺസുകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ലാൻഡ് കണക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ലാൻഡ് കണക്ഷനിലൂടെ ഇന്റർനെറ്റ് സാധ്യമാക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഡയലപ്പ് കണക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയലപ്പ് കണക്ഷൻസ് എന്ന് പറയുന്നത് ഡയലപ്പ് റിക്വയർസ് എ ഡെഡിക്കേറ്റഡ് ഫോൺ ലൈൻ വിച്ച് മീൻസ് യു ക്യാൻ യൂസ് ദ ഫോൺ ആൻഡ് ഇന്റർനെറ്റ് അറ്റ് ദ സെയിം ടൈം എന്നാണ്. ഇവിടെ എന്താണ്, നമുക്ക് ഇന്റർനെറ്റും അതുപോലെ തന്നെ ഫോണും നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് വേണം, ഒരു ഫോൺ ലൈന് തന്നെ അതിന് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ അതിന് ശേഷം വന്നിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു നമ്മൾ DSL എന്ന് പറയുന്ന ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇതിനും നമുക്കൊരു ഫോൺ കണക്ഷൻ നമുക്ക് ആവശ്യമാണ്. ബട്ട് എന്താണ്, നമ്മൾ ഡയലപ്പ് കണക്ഷനെ കാട്ടി ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടല്ലേ, അതിനെക്കാട്ടി കൂടുതൽ സ്പീഡ് നൽകുന്ന ഒരു സംവിധാനമാണ് ഈ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടെലിഫോൺ ലൈൻ ആണ്. അതായത് DSL uses the existing telephone infrastructure, allowing users to have both internet and phone service on the same line. അതായത് DSL-ലാണ് എന്തുള്ളത്, നമുക്ക് ഇന്റർനെറ്റും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഫോൺ ലൈനും, അതായത് ലാൻഡ് ഫോണിന്റെ ആ സംവിധാനം കൂടി നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു സംവിധാനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കേബിൾ കണക്ഷൻസ് ആണ്. ഓക്കെ, കേബിൾ കണക്ഷന്റെ ഒരു ഭാഗമാണ്. പിന്നെ ഇതിൽ വയർഡ് കണക്ഷൻസ് നമ്മളോട് പറയുന്നത്. ശേഷം നമുക്ക് നോക്കാനുള്ളത് വയർലെസ് കണക്ഷൻസ് ആണ്. വയർലെസ് കണക്ഷൻസ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡിവൈസസുമായിട്ട് കണക്ട് ആവുന്നത്? അപ്പോൾ വയർലെസ് കണക്ഷൻസ് എങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുമായിട്ട് കണക്ട് ആവുന്നത്? ഇത് കണക്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാണ്, റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വയർലെസ് കണക്ഷൻസ് നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുമായിട്ട് കണക്ട് ആവുന്നത്. വളരെ കൺവീനിയന്റ് ആണ്. മാത്രമല്ല ഒരുപാട് ഡിവൈസസുകൾ നമുക്ക് ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് കവർ ചെയ്യുന്ന റേഞ്ചിന് വളരെ വ്യത്യാസമുണ്ട്. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ വരുന്നുണ്ട്, വയർഡ് ഏരിയ നെറ്റ്വർക്കുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ എന്താണ്, നമുക്ക് ഇതിന്റെ കവറേജ് വളരെ ഹൈ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, സെല്ലുലാർ നെറ്റ്വർക്ക്സ്, അതുപോലെ തന്നെ സാറ്റലൈറ്റ് പറയുന്ന സംവിധാനങ്ങൾ. സോ നമുക്കത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സാറ്റലൈറ്റ് ആൻഡ് വയർലെസ് ഫിഡിലിറ്റി ആണ്. ഓക്കെ, സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന സംവിധാനം. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, സാറ്റലൈറ്റ് ഇന്റർനെറ്റ് യൂസസ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ പ്രൊവൈഡിംഗ് ഇന്റർനെറ്റ് ആക്സസ് ഇൻ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് ഓർ നോ ടെറസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. സാറ്റലൈറ്റ് കണക്ടിവിറ്റി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് കണക്ഷൻസ് നൽകുന്നത്. റിമോട്ട് ഏരിയകളിലോട്ടൊക്കെ ഇന്റർനെറ്റ് കണക്ഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് സാറ്റലൈറ്റ് നെറ്റ്വർക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വൈഫൈ ഹോട്ട്സ്പോട്ട്സുകൾ എന്ന് പറയുന്നത്. വൈഫൈ വയർലെസ് ഫിഡിലിറ്റി എന്ന് പറയുന്ന വൈഫൈ ഹോട്ട്സ്പോട്ട്സ് ആർ വയർലെസ് ആക്സസ് പോയിന്റ്സ് ദാറ്റ് അലൗസ് ഡിവൈസസ് ടു കണക്ട് ടു ദ ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വയർലെസ് ആക്സസ് പോയിന്റുകളാണ് വയർലെസ് വൈഫൈ ഹോട്ട്സ്പോട്ട്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് നോർമലി ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിച്ച് പോകുന്ന ഈവൻ എല്ലാ വീടുകളിലും വരെ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, വൈഫൈ നെറ്റ്വർക്കുകൾ വന്നിട്ടുണ്ട് അല്ലേ. ഒരു മോഡം ഉണ്ടാവും, ആ മോഡത്തിലോട്ട് ഏതെങ്കിലും ഒരു വയർലെസ് മോഡംസ് ഉണ്ട്. അതുപോലെ തന്നെ വയർഡ് മോഡംസ് വരുന്നുണ്ട് കേട്ടോ. വയർലെസ് മോഡംസ് ഉണ്ട്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ വയർലെസ് ഹോട്ട്സ്പോട്ട്സുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ പിന്നീട് പറയുന്ന ഒരു ഭാഗമാണ് വൈമാക്സ് എന്ന് പറയുന്നത്. വൈമാക്സ് ഓർ വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഓഫ് മൈക്രോവേവ് ആക്സസ്. അതായത് വളരെ വൈഡ് ആയിട്ടുള്ള, അതായത് വൈമാക്സ് പ്രൊവൈഡ് വയർലെസ് ഇന്റർനെറ്റ് ആക്സസ് ഓവർ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ്റ്റൻ കവറിംഗ് എൻ്റെ സിറ്റീസ് ഓർ റീജിയൻസ്. അതായത് ഒരു സിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രദേശം തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്യാൻ മാത്രം വൈഡ് ഏരിയ ഉള്ള ഒരു സംവിധാനമാണ് വൈമാക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം. വൈഫൈ പോലെ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ വയർഡ് നെറ്റ്വർക്കുകളും വയർലെസ് നെറ്റ്വർക്കുകളും ഇത് കണക്ട് ആകുന്ന സംവിധാനങ്ങളും, അതുപോലെ തന്നെ പിന്നീട് ഇനി ഇതിൽ പറയുന്നത് നമ്മളുടെ സെർച്ച് എഞ്ചിനുകളെ കുറിച്ചാണ്. നമുക്ക് ഈ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാറ്റാസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് വെബ് ബ്രൗസറുകളോ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻസോ ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പൂർണ്ണ രൂപം
നമ്മൾ ഇതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാഷണൽ അക്കാഡമിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ എല്ലാ ക്ലാസ്സും എന്താണ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വയർലെസ് കണക്ഷന്റെയും അതുപോലെ തന്നെ വയർഡ് കണക്ഷന്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. ഇതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഉദാഹരണങ്ങൾ എഴുതാനും നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പൊതുവെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെയൊക്കെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാപ്റ്റർ 2 പൂർണ്ണ രൂപം, അതുപോലെ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ ഷോർട്ട് നോട്ടുകൾ പോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നാഷണൽ അക്കാഡമിയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.